നമസ്കാരം. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൽ മഞ്ഞുരുകൽ ദൃശ്യമാണെങ്കിലും അതിർത്തിയിൽ ഇപ്പോഴും പിരിമുറുക്കം നിലനിൽക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് 1954 അന്നത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ചൈനയുമായി പഞ്ചശീല കരാറിൽ ഒപ്പിടാൻ കാണിച്ച താൽപ്പര്യത്തെക്കുറിച്ച് സംയുക്ത സൈനിക മേധാവി ജനറൽ അനിൽ ചൗഹാൻ നിർണായകമായ ചില നിരീക്ഷണങ്ങൾ നടത്തിയത്. ഈ കരാറോടെ വടക്കൻ അതിർത്തി തർക്കങ്ങൾ പരിഹരിക്കപ്പെട്ടുവെന്ന് നെഹ്റു കരുതിയിരുന്നതായും എന്നാൽ ചൈനയുടെ കാഴ്ചപ്പാട് മറ്റൊന്നായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ഡെറാഡൂണിൽ നടന്ന ഒരു പരിപാടിയിൽ സംസാരിക്കവെയാണ് പ്രതിരോധ മേധാവി ഇക്കാര്യം വ്യക്തമാക്കിയത്. ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോയതിനു ശേഷം രാജ്യത്തിന്റെ അതിർത്തികൾ നിർണ്ണയിക്കുക എന്നത് നെഹ്റു സർക്കാരിന് മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളിയായിരുന്നു. കിഴക്കൻ മേഖലയിലെ മക്മഹൻ രേഖയെക്കുറിച്ചും ലഡാക്കിലെ ഇന്ത്യയുടെ അവകാശവാദങ്ങളെക്കുറിച്ചും നെഹ്റുവിന് അറിവുണ്ടായിരുന്നു. എങ്കിലും അവിടെ ചില അനിശ്ചിതത്വങ്ങൾ നിലനിന്നിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം പഞ്ചശീല കരാറിലേക്ക് പോകാൻ ആഗ്രഹിച്ചതെന്നാണ് ജനറൽ അനിൽ ചൗഹാൻ പറഞ്ഞത്. ഇന്ത്യയുടെ വടക്കുകിഴക്കൻ അതിർത്തിയിൽ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള യഥാർത്ഥ അതിർത്തി രേഖയാണിത്. ഇതിന് ഏകദേശം 890 കിലോമീറ്റർ നീളമുണ്ട്. ഇത് അരുണാചൽ പ്രദേശിനും ടിബറ്റിനും ഇടയിലുള്ള അതിർത്തി അടയാളപ്പെടുത്തുന്നു. 1913 ഷിംല കൺവെൻഷനിൽ ബ്രിട്ടീഷ് ചർച്ചാ പ്രതിനിധിയായിരുന്ന സർ ഹെൻറി മക്മഹന്റെ നേതൃത്വത്തിലാണ് ഈ അതിർത്തി നിശ്ചയിച്ചത്. എന്നാൽ ബ്രിട്ടീഷ് ഇന്ത്യയും ടിബറ്റും ചേർന്ന് അടിച്ചേൽപ്പിച്ചതാണ് ഈ രേഖയെന്ന് ആരോപിച്ച് ചൈന ഇതുവരെ ഇത് അംഗീകരിച്ചിട്ടില്ല. ടിബറ്റിനെ ചൈനയുടെ ഭാഗമായി അംഗീകരിക്കുന്നതോടെ അതിർത്തി പ്രശ്നത്തിന് ശാശ്വതമായി പരിഹാരമാകുമെന്ന് ഇന്ത്യ കരുതിയിരുന്നതായി ജനറൽ ചൗഹാൻ പറഞ്ഞു. ടിബറ്റിന്റെ മോചനത്തിന് ശേഷം ചൈന മേഖലയിൽ സമാധാനം ആഗ്രഹിക്കുന്നുണ്ടെന്നായിരുന്നു ഇന്ത്യൻ നയതന്ത്രജ്ഞരുടെ വിശ്വാസം. ചൈന ലഹാസിലേക്കും സിൻജിയാങ്ങിലേക്കും നീങ്ങിയിരുന്നു. ഈ പ്രദേശം രണ്ടറ്റത്തു നിന്നും വളരെ അകലെയായതിനാൽ അവർക്ക് അവിടെ സ്ഥിരത ആവശ്യമായിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. ചൈനയുമായി നല്ല ബന്ധം സ്ഥാപിക്കാൻ സ്വതന്ത്ര ഇന്ത്യക്ക് താല്പര്യമുണ്ടായിരുന്നു. അങ്ങനെയാണ് 1954 പഞ്ചശീല കരാറിൽ ഇരു രാജ്യങ്ങളും ഒപ്പിടുന്നത്. ഇതിലൂടെ വടക്കൻ അതിർത്തി തർക്കം ഒരു ഔദ്യോഗിക ഉടമ്പടിയിലൂടെ പരിഹരിക്കപ്പെട്ടുവെന്ന് ഇന്ത്യ അനുമാനിച്ചു. പരസ്പര ബഹുമാനത്തിലും സമാധാനപരമായ സൗഹൃദത്തിലും അധിഷ്ഠിതമായ 5 തത്വങ്ങളാണ് പഞ്ചശീല കരാറിലുള്ളത്. എന്നാൽ ചൈന ഇതിനെ കണ്ടത് മറ്റൊരു രീതിയിലായിരുന്നു. ഈ കരാർ വെറും വ്യാപാരത്തിന് വേണ്ടി മാത്രമുള്ളതാണെന്നും അതിർത്തിയിലെ തങ്ങളുടെ നിലപാടിനെ ഇത് ഒരു തരത്തിലും ബാധിക്കില്ലെന്നുമാണ് ചൈന കരുതിയിരുന്നതെന്നും ജനറൽ അനിൽ ചൗഹാൻ പറഞ്ഞു. ഫെബ്രുവരി 13 നടന്ന ഒരു ചടങ്ങിൽ സംസാരിക്കവെയാണ് അന്നത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളെക്കുറിച്ചും നെഹ്റുവിൻ്റെ കാഴ്ചപ്പാടുകളെക്കുറിച്ചും അദ്ദേഹം വിശദീകരിച്ചത്. സ്വാതന്ത്ര്യം ലഭിച്ച കാലഘട്ടത്തിൽ ഇന്ത്യയുടെ മുൻഗണന സാമ്പത്തിക വികസനത്തിനായിരുന്നു. അയൽ രാജ്യങ്ങളുമായി സമാധാനപരമായ ബന്ധം നിലനിർത്തുന്നത് ഇതിന് അനിവാര്യമാണെന്ന് നെഹ്റു വിശ്വസിച്ചിരുന്നു. അക്കാലത്ത് ഇന്ത്യയുടെ സൈനിക ശേഷി പരിമിതമായിരുന്നു. ചൈനയുമായി ഒരു സംഘർഷം ഒഴിവാക്കി രാജ്യത്തിന്റെ അടിത്തറ ഭദ്രമാക്കാൻ പഞ്ചശീല കരാറിലൂടെ അദ്ദേഹം ശ്രമിച്ചുവെന്നും അദ്ദേഹം നിരീക്ഷിച്ചു. പരസ്പര ബഹുമാനം, ആക്രമണങ്ങൾ ഒഴിവാക്കൽ, ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാതിരിക്കൽ തുടങ്ങിയ 5 തത്വങ്ങൾ അടങ്ങിയതായിരുന്നു കരാർ. ഏഷ്യയിലെ 2 വലിയ ശക്തികൾ തമ്മിലുള്ള സമാധാനം ലോക സമാധാനത്തിന് വഴിയൊരുക്കുമെന്ന് അദ്ദേഹം പ്രത്യാശിച്ചിരുന്നു. എന്നാൽ ചൈനയുടെ പിൽക്കാല നീക്കങ്ങൾ ഈ വിശ്വാസത്തിന് വിരുദ്ധമായിരുന്നുവെന്നും 1962 യുദ്ധം ഇതിന്റെ ഉദാഹരണമായിരുന്നുവെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചരിത്രപരമായി ഇത്തരം തീരുമാനങ്ങളെ ഇന്നത്തെ സാഹചര്യത്തിൽ നിന്ന് നോക്കിക്കാണുന്നതിൽ പ്രസക്തിയുണ്ടെന്നും ജനറൽ അനിൽ ചൗഹാൻ പറഞ്ഞു. കഴിഞ്ഞ വർഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും ബീജിംഗിൽ കൂടിക്കാഴ്ച നടത്തിയപ്പോൾ പഞ്ചശീല തത്വങ്ങൾ പ്രോത്സാഹിപ്പിക്കണമെന്ന് ഷീ ജിൻപിങ് ഊന്നി പറഞ്ഞിരുന്നു. 7 വർഷത്തിന് ശേഷം പ്രധാനമന്ത്രി ചൈന സന്ദർശിക്കുകയും അതിർത്തിയിലെ അനിശ്ചിതത്വങ്ങൾ അവസാനിപ്പിച്ച് ബന്ധം പുനഃസ്ഥാപിക്കാൻ ഇരു രാജ്യങ്ങളും ശ്രമിക്കുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിലാണ് ഈ പരാമർശം ശ്രദ്ധേയമാകുന്നത്.